ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ബൊഗെയിൻവില്ല ആയിട്ടാണ്. അപ്പോൾ ബൊഗെയിൻവില്ലയുടെ വിശേഷങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും കണ്ടാലും മതിയാവില്ല അല്ലേ. അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു ബൊഗെയിൻവില്ലയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഒന്നല്ല. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ രണ്ട് കളറ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. രണ്ടും രണ്ട് പ്ലാന്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു ബൊഗെയിൻവില്ല കിട്ടിയപ്പോൾ അത് കൂട്ടുകാരിലേക്ക് എല്ലാം എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വെയിൽ, നല്ല മരുഭൂമി പോലെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇതിരിക്കുന്നത്. അതും ചട്ടിയിലാണ് കേട്ടോ, വലിയൊരു ചട്ടിക്കകത്താണ്. ചട്ടിക്കകത്തായതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിൽ 1-2 തവണയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വളപ്രയോഗം ചെയ്യണം കേട്ടോ. ഇത് ഒരുപാട് വലിയ ചെടിയാണ്. അതുകൊണ്ട് തന്നെ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അളവും കൂടുതലായിട്ട് കൊടുക്കണം. ചെറിയ ചെടികൾക്ക് നമ്മൾ ചെറിയ രീതിയിൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം ബുഷിയായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇത്രയും വലിയ ചെടിക്ക് അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ വളം കൊടുക്കണം. അതിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കേട്ടോ. പിന്നെ ഇതേപോലെ വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മുടെ ചെടി വെക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ കാണുന്ന ചെടികൾ വാങ്ങിക്കാനും വെക്കാനൊക്കെ താല്പര്യമുള്ളവർ അടുത്തുള്ള ഏറ്റവും നല്ല ബൊഗെയിൻവില്ലയുടെ നഴ്സറികളിൽ പോയിട്ട് വാങ്ങിച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് നമ്മൾ ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത് മഴക്കാലം വരുമ്പോഴാണ്. അതുവരെ നമ്മളിങ്ങനെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് ചെടിയെ ബുഷിയാക്കി നിർത്തി ഓരോ തവണ നമ്മൾ പ്രൂണിങ് കഴിയുമ്പോഴേക്കും ആ ഭാഗങ്ങളിൽ പുതിയ തളിർപ്പുകളും പുതിയ പൂക്കളൊക്കെ വന്ന് ഇതേപോലെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഈ ഒരു സുന്ദരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ സുന്ദരിയുടെ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടോളൂ കേട്ടോ. കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ പറയുകയാണ്, നമ്മൾ ചെടികൾ അയച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾ ആ ട്രാക്ക് നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യുകയും നിങ്ങളുടെ അടുത്ത DTDCയെ സമീപിക്കുകയും വേണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചെടിയാണ്, നമ്മൾ മറ്റ് പ്രൊഡക്ട്സ് ഒന്നുമല്ല, പാക്കിനകത്തിരുന്ന് ചെടി നാശമായി പോകുന്നുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.